ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സ്മാർട്ട് ഫോൺ പ്രേമികൾക്ക് വിഷമമുണ്ടാക്കുന്ന ചില വാർത്തകളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് അടുത്തിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. OnePlus ഇന്ത്യ വിട്ടു പോവുകയാണോ, വിട പറയുകയാണോ OnePlus? ഞാൻ ആദ്യമേ ഒരു നിയമപരമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് പറയട്ടെ. ഈ വീഡിയോയിൽ പറയുന്ന ചില അപ്രിയ സത്യങ്ങൾ അത് എൻ്റേതായ തോന്നലുകൾ മാത്രമാണ്. അത് എത്രത്തോളം ശരിയാണ് അല്ലേ എന്ന് വിലയിരുത്തേണ്ടത് നിങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കൃത്യമായിട്ടുള്ളൊരു സത്യാവസ്ഥയൊന്നും അറിയില്ലെങ്കിലും നമ്മൾ അറിഞ്ഞ ചില സത്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഈ പറയുന്നത് പോലെ OnePlus ഇന്ത്യ വിടുന്നു എന്ന് ഒക്കെ പല വാർത്തകൾ അവിടെ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. സത്യം പറഞ്ഞാൽ കുറേ കാലം മുമ്പേ ഇത്തരത്തിൽ OnePlus അവരുടെ പ്രവർത്തനം ഇന്ത്യയിൽ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു വാർത്തയ്ക്ക് കുറച്ചുകൂടി ആക്കം കൂടിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. 2027 കൂടി പക്ഷേ OnePlus ഇന്ത്യയിൽ നിന്ന് വിട്ടു പോകും എന്നുള്ള ചില സൂചനകൾ നൽകുന്ന ചില വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരമൊരു വാർത്ത ഇപ്പോൾ വരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഈ ഒരു വാർത്ത വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് OnePlusന്റെ മറ്റൊരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഒരു നീക്കമാണ്. അതായത് OnePlusന്റെ സോഫ്റ്റ്വെയർ നമുക്കറിയാം, OxygenOS എന്ന് പറയുന്ന അവരുടെ എന്താ പറയുന്നത് മുത്തായ സോഫ്റ്റ്വെയർ. ആ ഒരു സോഫ്റ്റ്വെയർ കാരണമാണ് പലരും OnePlus ഫോണുകൾ ഹാർഡ്വെയറിന് ഉപരിയായിട്ട് വാങ്ങുന്നത് തന്നെ. വളരെ ക്ലീൻ ആണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്, ഒരു സന്തോഷം നൽകുന്ന ഒരു തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് OnePlusന്റെ OxygenOS എന്ന് പറയുന്നത്. അത് അവർ OnePlus ഫോണുകളിൽ നിന്ന് പാടെ എടുത്ത് മാറ്റുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇതിന് പകരമായിട്ട് അവരുടെ മാതൃ കമ്പനി ആയിട്ടുള്ള ഒപ്പോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള ഒപ്പോയുടെ ColorOS 17ലേക്ക് ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന ഒരു വാർത്ത നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ടല്ല കേട്ടത്. ഇതിന് സമാനമായിട്ടുള്ള വാർത്തകൾ നേരത്തെയും പറഞ്ഞ പോലെ വന്നിരുന്നു. നേരത്തെ തന്നെ OnePlusന്റെ OxygenOSഉം അതുപോലെ ഒപ്പോയുടെ ColorOSന്റെയും ബേസ് കോഡുകൾ അവർ മെർജ് ചെയ്തുകൊണ്ട് ഏതാണ്ട് ചില കാര്യങ്ങളിലൊക്കെ ഒരു ഐഡന്റിറ്റി കൊണ്ടുവന്നിരുന്നെങ്കിലും ഇപ്പോഴും ഈ പുതിയ OnePlusന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടുള്ള OnePlus 15ലൊക്കെ നമുക്ക് ആ ഒരു OxygenOSന്റെ സുഖം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ആ ഒരു OxygenOS പാടെ മാറ്റി ഈ പറയുന്ന ColorOS 17ലേക്ക് OnePlus ഫോണുകൾ മാറുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വലിയ ചോദ്യമുണ്ട്. അതായത് നമുക്കറിയാം OnePlusന്റെ OxygenOS ക്ലീൻ സോഫ്റ്റ്വെയർ ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അധികം ബ്ലോട്ട്വെയർസുകളൊന്നുമില്ല. എന്നാൽ ഒപ്പോയുടെ ColorOS അങ്ങനെയല്ല. വില കൂടിയ ഒപ്പോ ഫോണുകൾ പോലും ഒരുപാട് ബ്ലോട്ട്വെയർസുകൾ പലപ്പോഴും കാണാറുണ്ട്. അത്തരം ബ്ലോട്ട്വെയർസുകളൊക്കെ ColorOS OnePlus ഫോണിലേക്ക് വരുന്നതോടുകൂടി ആ OnePlus ഫോണിൻ്റെ ആ ഒരു ക്ലീൻ സോഫ്റ്റ്വെയർ എന്നുള്ള ആ ഒരു സംഗതി വിട്ടുപോകുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം ബാക്കിയാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു റീസണാണ് എന്തുകൊണ്ട് OxygenOS നിന്ന് ColorOSലേക്ക് OnePlus മാറുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് OnePlus തങ്ങളുടെ സർവീസ് സെന്ററുകൾ, ഇന്ത്യയിലെ പല സർവീസ് സെന്ററുകളും ഷട്ട് ഡൗൺ ചെയ്ത് വരികയാണ്. അപ്പോൾ വിചാരിക്കും നിലവിലെ OnePlus ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അതൊരു ടെൻഷനാണ് അല്ലേ, ഇനി തങ്ങളുടെ ഫോണിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ എവിടെ ശരിയാക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒപ്പോയുടെ സർവീസ് സെന്ററുകളിലേക്ക് OnePlusന്റെ സർവീസ് മെർജ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ OnePlusന്റെ സർവീസ് സെന്ററുകൾ പൂട്ടിയിട്ട് ഈ പറയുന്ന ഒപ്പോയുടെ സർവീസ് സെന്ററുകളിലേക്ക് ആ സർവീസ് കൊടുക്കുന്നു. ഇതിന്റെ എല്ലാം ഒരു ഗുണമെന്ന് പറയുന്നത് കോസ്റ്റ് കട്ടിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ മറ്റൊരു സൂചന എന്ന് പറയുന്നത് OnePlusന്റെ നോഡ് സീരീസ് ഫോണുകളുണ്ട്. താരതമ്യേന വില കുറവിൽ വിൽക്കുന്ന സീരീസാണ് നോഡ് സീരീസ് ഫോണുകൾ. ഇനി മുതൽ ഈ നോഡ് സീരീസ് ഫോണുകൾ OnePlus ഓഫ്ലൈൻ മാർക്കറ്റിൽ വിൽക്കാതെ ഓൺലൈനിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊരു വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഓഫ്ലൈൻ മാർക്കറ്റിൽ സെല്ല് ചെയ്യുമ്പം അതിന് പ്രൊമോട്ട് ചെയ്യാൻ പ്രൊമോട്ടേഴ്സ് വേണം, മാർക്കറ്റ് ചെയ്യാൻ ഒരുപാട് ആളുകൾ വേണം, ഇല്ലേ? സെല്ല് ചെയ്യുന്ന ഷോപ്പുകൾക്ക് അതിൻ്റെതായ കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോണുകളുടെ വില കൂടാൻ അതൊരു കാരണമാവും. എന്നാൽ നോഡ് സീരീസ് ഫോണുകൾ ഓൺലൈൻ സെല്ല് ചെയ്യുമ്പോൾ വില കുറച്ചുകൊണ്ട് കസ്റ്റമേഴ്സിന് നല്ല പ്രൈസിങ്ങിൽ കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കണം ഈ പറയുന്ന പോലെ പ്രൊമോട്ടേഴ്സിനെയൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് അവർക്ക് ഓൺലൈനിലൂടെ അത് വിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. അവിടെയും കോസ്റ്റ് കട്ടിംഗ് ആണ് OnePlus ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മാർച്ച് മാസത്തിൽ കേട്ട മറ്റൊരു വാർത്തയുണ്ടായിരുന്നു. ഇന്ത്യയിലെ OnePlusന്റെ CEO ആയിട്ടുള്ള റോബിൻ ലിയു എന്ന് പറയുന്ന ചൈനീസ് സ്വദേശി ഇന്ത്യ വിട്ട് ചൈനയിലേക്ക് അങ്ങ് തിരിച്ചുപോയി. അപ്പോൾ അതായത് ഇന്ത്യയിൽ അങ്ങനെ ഒരു CEO ഇനി വേണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇന്ത്യ വിട്ടു പോവുകയും ചെയ്തു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ വാർത്തകളാണ് OnePlusുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു കോസ്റ്റ് കട്ടിംഗ് ആണ്. ഈ സർവീസ് സെന്ററുകൾ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ കുറേ സ്റ്റാഫിനെ അവർ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ ആ സ്റ്റാഫിനെ ഒപ്പോയായിട്ട് മെർജ് ചെയ്യുന്നു, സ്റ്റാഫിനെ കാലക്രമത്തിൽ കുറയ്ക്കാൻ പറ്റുന്നു. മൊത്തത്തിൽ കോസ്റ്റ് കട്ടിംഗ് തന്നെയാണ് OnePlus ഇതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോസ്റ്റ് കട്ടിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ഉത്തരം കിട്ടുമല്ലേ. നിലവിൽ അവർക്ക് ലാഭം കുറയുമ്പോഴാണല്ലോ ഈ പറയുന്ന കോസ്റ്റ് കട്ടിങ്ങിലേക്ക് ഒരു ബ്രാൻഡ് തിരിയുന്നത്. നിലവിൽ അവർക്ക് ലാഭം കുറവായതുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ പല കാര്യങ്ങളിലും OnePlus ഇങ്ങനെ പിടിമുറുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് കൊണ്ടാകണം. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അമേരിക്കയിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ OnePlus പ്രവർത്തനം ഏതാണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പറയുന്ന വാർത്തകളിലെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് 2027 കൂടി ഇന്ത്യയിലും OnePlus തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചേക്കാം എന്ന ചില റൂമറുകൾ ഇപ്പോൾ കേൾക്കുന്നത്. പല ന്യൂസ് ഏജൻസികൾ പോലും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചില ഓൺലൈൻ ന്യൂസ് ലീക്കേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നുണ്ട് 2027 കൂടി OnePlus ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ OnePlusന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്ഥിരീകരണം പറയുന്നത് ഇല്ല, അവരൊരിക്കലും അങ്ങനെ 2027 ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കില്ല. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു പ്രവർത്തനം അവസാനിപ്പിക്കാനാണെങ്കിൽ എന്തിന് ഞങ്ങൾ ഇനിയും പുതിയ പ്രോഡക്റ്റുകൾ അവതരിപ്പിക്കണം? എത്രയോ പ്രോഡക്റ്റുകൾ നിലവിൽ തന്നെ അവർ അവതരിപ്പിച്ചു കഴിഞ്ഞു, ഇനി
ഇനിയും അവരുടെ ലൈനപ്പിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ നിൽക്കുന്നുണ്ടല്ലോ എന്നാണ് വൺ പ്ലസ് പറയുന്നത്. വൺ പ്ലസ് അടുത്തിടെ ഈ പറയുന്ന പോലെ വൺ പ്ലസ് N6 എന്ന് പറയുന്ന ഒരു ഫോൺ പുറത്തിറക്കി, അതുപോലെ നോഡ് ബഡ്സ് 4 ഒക്കെ പുറത്തിറക്കിയിരുന്നു, ശരിയാണ്. പക്ഷേ വൺ പ്ലസ് N6-നകത്തും ഒരു പ്രശ്നമുണ്ടായി, ഒന്നല്ല നിരവധി പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ വൺ പ്ലസ് N6 വൺ പ്ലസിന്റെ ഏറ്റവും വില കുറഞ്ഞ ഫോൺ എന്ന നിലയിലായിരുന്നു പുറത്തിറക്കിയിരുന്നത്. പക്ഷേ ഇത് പുറത്തിറക്കുന്നതിന് മുമ്പ് എന്നെ പോലുള്ള യൂട്യൂബേഴ്സ് ഒന്നും അറിഞ്ഞിരുന്നില്ല ഇവർ 4GB റാമിലാണ് ഈ ഒരു ഫോൺ പുറത്തിറക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ അതിന്റെ വില കുറച്ച് നിർത്തി എല്ലാവരും കരുതി ആ പ്രൈസ് പോയിന്റിൽ 6GB റാമായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ പുറത്തിറങ്ങി ലോഞ്ച് ആയി കഴിയുമ്പോഴാണ് അറിയുന്നത് അതൊരു 4GB റാമിൽ എബോ 20,000 പ്രൈസ് റേഞ്ചിൽ ആ ഫോൺ ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 20,000 പ്രൈസ് റേഞ്ചിലൊന്നും 4GB റാം ഒന്നും വരുന്ന ഫോണുകൾ അധികം ഇല്ല. എന്നിട്ടാണ് വൺ പ്ലസ് N6 ഈ പറയുന്ന പോലെ പ്രൈസ് കുറച്ച് നിർത്തുന്നു എന്ന ഒരു രീതിയിൽ 4GB റാമായിട്ട് വന്നത്. എന്തായാലും ഈ അവസാനം N6 എന്ന് പറയുന്ന ഫോണിൽ ചെയ്ത കാര്യങ്ങൾ വൺ പ്ലസിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയായി എന്ന് വേണം പറയാൻ. ഞാൻ നോക്കിയിട്ട് വൺ പ്ലസിന് എവിടെയാണ് ഗ്രാഫിന് ഒരു താഴ്ച വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വൺ പ്ലസിന്റെ CEO ആയിട്ടുള്ള കാൾ പേയ് ഈ വൺ പ്ലസ് വിട്ട് നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നത്തിങ്ങിന്റെ സ്ഥിതി എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വാർട്ടറിലും ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് ബ്രാൻഡ് എന്ന് പറയുന്നത് നത്തിങ് ആണ്. നത്തിങ് ആദ്യ ഫോണുകളൊക്കെ പുറത്തിറക്കിയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പലരും അല്ലെങ്കിൽ എൻ്റെ ഇരിക്കുന്ന നത്തിങ് ഫോൺ പോക്കറ്റിൽ വെച്ച് പുറത്ത് വെച്ച ആളുകൾ കാണുമ്പോൾ ഇത് ഏത് ബ്രാൻഡിന്റെ ഫോൺ എന്ന് ചോദിച്ച ആളുകളുണ്ട്, മലയാളികൾ പോലും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന സ്മാർട്ട് ഫോണുകൾ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ്. അത് കാൾപേയുടെ ഒരു ഗുണം തന്നെയാണ്, അല്ലെങ്കിൽ കഴിവ് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഈ കാൾപേ വൺ പ്ലസിൽ നിന്ന് പോയ ആ കാലം തൊട്ടാണ് ഈ ഒരു വൺ പ്ലസിന്റെ ഗ്രാഫ് താന്നു തുടങ്ങിയതെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഈ സിഇഒമാർ ഒരു പ്രധാന റോള് ഇത്തരം ബ്രാൻഡുകളിൽ വഹിക്കുമെന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ വേണമെങ്കിൽ പറയാം. നേരത്തെ ഷവോമി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ CEO ആയിട്ടിരുന്ന ഒരു മനുകുമാർ ജെയിൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് ഷവോമി ഇന്ത്യയിൽ നമ്പർ 1 ബ്രാൻഡൊക്കെ ആയിട്ട് നിലനിന്നിരുന്നു. എന്നാൽ മനുകുമാർ ജെയിൻ ഈ പറഞ്ഞ പോലെ ഷവോമിയിൽ നിന്ന് മാറിയതിന് ശേഷം ഷവോമിയുടെ ഗ്രാഫും താഴ്ന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു പ്രശ്നം വൺ പ്ലസിന്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പല സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും ഇപ്പോൾ കിതച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് വില കൂടുതൽ തന്നെയാണ്. ബ്രാൻഡുകൾ പലപ്പോഴും മനഃപൂർവ്വം വില കൂട്ടുന്നതല്ല, അവർക്ക് വില കൂട്ടേണ്ടി വരികയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റാമിന്റെയും റോമിന്റെയും ഒക്കെ പ്രൈസ് കൂടുന്നതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോണുകളുടെ വില 3 ഇരട്ടിയിൽ കൂടുതൽ കൂടിയിട്ടുണ്ട്. നേരത്തെയൊക്കെ നമുക്ക് 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം സ്റ്റാൻഡേർഡ് ഫോൺ കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 30,000 രൂപ കൊടുത്താൽ പോലും ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ കിട്ടാത്ത കാലമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രൈസ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ലേ നമ്മളെപ്പോലുള്ള സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾ അടുത്ത ഒരു അപ്ഗ്രേഡിലേക്ക് ചിന്തിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. തങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഫോൺ കൂടുതൽ കാലം ഉപയോഗിക്കാനായിട്ട് അവർ ശ്രമിക്കും. സ്വാഭാവികമായിട്ടും പുതിയ ഫോണുകൾക്ക് കച്ചവടം കുറയുമെന്നതാണ് സിമ്പിൾ ലോജിക്കായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. മാത്രമല്ല സെക്കൻഡ് ഹാൻഡ് ഫോണുകൾക്ക് വളരെ പ്രിയമേറിയിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ നിങ്ങൾ സർവീസ് സെന്ററുകൾ നോക്കൂ, സ്മാർട്ട് ഫോണുകളുടെ സർവീസ് സെന്ററിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക തിരക്ക് കൂടുന്ന ഒരു സമയമാണ് ഇപ്പോൾ. കാരണം നമ്മുടെയൊക്കെ ഫോണുകൾ ഇപ്പോൾ ഡിസ്പ്ലേ താഴെ വീണ് പൊട്ടിയാൽ പോലും ആ ഡിസ്പ്ലേ മാറുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ മാറി ആ പഴയ ഫോൺ തന്നെ വീണ്ടും കുറെ കാലം കൂടി ഉപയോഗിക്കാവുന്ന അവസ്ഥയെ. നേരത്തെയൊക്കെ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ താഴെ വീണൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പലരും പിന്നെ ആ ഡിസ്പ്ലേ മാറാൻ നിൽക്കത്തില്ല, അടുത്ത ഫോൺ പുതിയൊരു ഫോൺ അങ്ങ് നോക്കുമായിരുന്നു. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളുടെ പ്രൈസ് കൂടുതൽ കാരണം പലരും തങ്ങളുടെ ഇരിക്കുന്ന ഫോണുകൾ തകരാർ സംഭവിച്ചാൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സ്മാർട്ട് ഫോണുകളുടെ പുതിയ ഫോണുകളുടെ വിൽപ്പനയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോണുകളുടെ വില കൂടി അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്? കച്ചവടം അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല ബ്രാൻഡുകളും ഈ പറയുന്ന പോലെ വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ അല്ലെങ്കിൽ കിതയ്ക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരുന്നു. എന്ത് തന്നെ ആയാലും ഈ ഒരു സ്മാർട്ട് ഫോണുകളുടെ വില ഇങ്ങനെ കൂടി പോകുമ്പോൾ വൺ പ്ലസിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ മറ്റ് പല ബ്രാൻഡുകൾക്കും വലിയ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ 10-14 വർഷമായിട്ട് നമ്മൾ സ്മാർട്ട് ഫോണുകൾ റിവ്യൂ ചെയ്യാണ് യൂട്യൂബ് ചാനലിലൂടെ. നേരത്തെയൊക്കെ ഈ സമയത്തൊക്കെ എന്തും വേണ്ടി സ്മാർട്ട് ഫോണുകളാണ്, നമുക്ക് ഒന്ന് എന്താ പറയുക അടങ്ങിയിരിക്കാൻ സമയം കിട്ടില്ല. അത്രയും ഫോണുകൾ ഇങ്ങനെ റിവ്യൂ ചെയ്യാനായിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമൊക്കെയാണ്. എന്നാൽ ഈ വർഷം അല്ലെങ്കിൽ ഈ വരുന്ന മാസങ്ങളിലൊക്കെ വളരെ കുറവാണ് സ്മാർട്ട് ഫോണുകളുടെ ലോഞ്ച് പോലും. അതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ വിപണി സത്യത്തിൽ കിതയ്ക്കുക തന്നെയാണ്. എന്തായാലും വൺ പ്ലസിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാലം കൂടി കാത്തിരുന്നേ മതിയാവും. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.